അപ്പം ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ചേച്ചി എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഈ ഒരു ഡിസിഷൻ തെറ്റിപ്പോയി. ഈ ഒരു തെറ്റായ ഡിസിഷൻ കാരണം ഞാനിപ്പോഴും ഒത്തിരിയേറെ മാനസിക വ്യതയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ എപ്പോഴും ഈശോയോട് പറയും, ഈശോയോടൊരു ആലോചന ചോദിക്കും. ഇപ്പം ചെറിയ തീരുമാനമാണെങ്കിലും വലിയ തീരുമാനമാണെങ്കിലും ഉറപ്പായിട്ടും ചോദിക്കും. എപ്പോഴും ശിശുവായിരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളൊരു മെച്യൂർ മാൻ ആകണം അല്ലേ, ഒരു മെച്യൂർ മാൻഹുഡിലേക്ക് നമ്മൾ വളരണം അല്ലേ. അനുഗ്രഹമേകുമെൻ യേശുവേ ഞാൻ കാത്തിരിക്കുന്നു. അപ്പം ദൈവത്തിനൊരു സിറ്റുവേഷനെ മാറ്റാം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ, ആ വ്യക്തിയെ തന്നെ മാറ്റാം. പിന്നെ അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ മാറ്റാൻ ദൈവത്തിന് 1 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ വിഷമിക്കുകയാണെങ്കിൽ ആ രോഗം മാറ്റാൻ ദൈവത്തിന് 1 നിമിഷം മതി. അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണ് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് വെപ്രാളം പിടിച്ച് നമ്മുടേതായ ഒരു സൊല്യൂഷൻ കാണേണ്ട ആവശ്യമില്ല. സാന്നിധ്യം നിറയട്ടെ ഇന്ന് ഞങ്ങളിൽ, അതിയായിറങ്ങണമേ, ദീനാവായി പതിയണമേ, ആത്മാവിൻ അഭിഷേകം ഇന്ന് ഞങ്ങളിൽ ചൊരിയണമേ. ബന്ധനമെല്ലാം അഴിയട്ടെ, ശാപങ്ങളെല്ലാം നീങ്ങട്ടെ, അത്ഭുതങ്ങളിന്ന് വെളിപ്പെടട്ടെ, യേശുവിൻ നാമം ഉയരട്ടെ. ഹായ് എവരിവൺ. സോ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ, ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഇതെടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ അധികം ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 1-2 ബോധ്യങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെറുതും വലുതുമായ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അനുദിനം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലേ. ചെറിയ തീരുമാനങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഡെയിലി ബേസിസിൽ എടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മിൽ പലർക്കും. പക്ഷേ അതുകൂടാതെ തന്നെ വലിയ പല തീരുമാനങ്ങളും നമ്മൾ ജീവിതത്തിൽ എടുക്കാറുണ്ട്. അപ്പം ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ചേച്ചി എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഈ ഒരു ഡിസിഷൻ തെറ്റിപ്പോയി. ഈ ഒരു തെറ്റായ ഡിസിഷൻ കാരണം ഞാനിപ്പോഴും ഒത്തിരിയേറെ മാനസിക വ്യതയിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു ആത്മഹത്യയുടെ വക്കിലാണ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി സെൽഫ് ഹാം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ കുറേ അധികം ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം, എനിക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങൾ. അപ്പം ഇതെടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് കിട്ടിയ വെളിച്ചത്തിൻ്റെ ബേസിസിലുമാണ് പറയുന്നത്. അപ്പം ഞാനും എൻ്റെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. നമ്മളെല്ലാവരും അങ്ങനെ എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ എപ്പോഴും ഈശോയോട് പറയും, ഈശോയോടൊരു ആലോചന ചോദിക്കും. ഇപ്പോൾ ചെറിയ തീരുമാനമാണെങ്കിലും വലിയ തീരുമാനമാണെങ്കിലും ഉറപ്പായിട്ടും ചോദിക്കും. ചെറിയ തീരുമാനമാണെങ്കിൽ പോലും ദൈവമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി മാത്രമേ ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാറുള്ളൂ. അങ്ങനെ ഒരു ദൈവമേ എന്നൊരു വിളിയുണ്ട്, അല്ല നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയല്ല. പക്ഷേ ഒരു ദൈവവിചാരത്തോടു കൂടിയാണ് നമ്മൾ ചെറുതും വലുതുമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 2ആയിട്ട് പറയാം. ഒന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിലെയും ഒന്ന് എൻ്റെ സ്പിരിച്വൽ ഇതും. അപ്പം ഞാൻ ഈ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒത്തിരി ആലോചന ചോദിച്ചൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വലിയൊരു കംഫർട്ടബിൾ കാര്യമല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ വന്ന് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ പറയുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഈശോ പറഞ്ഞതുകൊണ്ടും ഞാനത് കൃത്യമായി വിവേചിച്ച് ഒരു ഈശോയുടെ ആലോചന ചോദിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഓരോ ചുവടുവയ്പ്പിലും ഈശോ കൂടെ ഇരുന്ന് എന്നെ നയിക്കണം. അങ്ങനെ ഒരു
പ്രാർത്ഥനയോ ഒരാവശ്യവും ഞാൻ ഈശോയോട് പറഞ്ഞു. അതായത് ഞാൻ വായി തുറക്കുമ്പോൾ കർത്താവെ അവിടുന്ന് തന്നെ എൻ്റെ നാവിലൂടെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ കർത്താവെ അവിടുന്ന് തന്നെ എനിക്ക് കാണിച്ചു തരണം. അതായത് തെറ്റായ ഒരു വാക്ക് പോലും എൻ്റെ നാവിൽ നിന്ന് വരാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് എൻ്റെ എല്ലാ അനുദിന പ്രാർത്ഥനയിലുള്ളതാണ്. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അത് ഞാൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് വന്ന് പറയുമ്പോൾ ഒരു തെറ്റായ കാര്യം പറഞ്ഞിട്ട് ആരെയും വഴിതെറ്റിക്കരുതെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ. എനിക്കൊരു നല്ല ഇനിയിപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു 99% ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 100% ഉറപ്പുണ്ടെങ്കിൽ ഞാനത് പറയാറുള്ളൂ. അപ്പോൾ അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ. നമ്മുടെ മനസ്സിലാക്കലുകളിൽ വല്ല വ്യത്യാസങ്ങളൊക്കെ വരുമെന്നല്ലാതെ എൻ്റെ ഒരു മനസാക്ഷി പ്രകാരം ഞാനൊരു തെറ്റായ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല. അപ്പം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ. നമ്മൾ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളെയും സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. അപ്പം നമുക്ക് തന്നെ എപ്പോഴും തോന്നും, ചിലപ്പോഴൊക്കെയും തോന്നാം, എപ്പോഴുമല്ല ചിലപ്പോഴൊക്കെ തോന്നാം, കർത്താവെ ഇത്രയും പറയണോ, അത് പറയണോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ അല്ലേ. എനിക്ക് അങ്ങനെ ഒത്തിരി സംശയങ്ങളൊക്കെ തോന്നാറുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഈ സ്പിരിച്വൽ ഇതിൽ എനിക്ക് ഒരു 90% ഓഫ് ടൈമും എനിക്ക് ഈശോയുടെ ഒരു നടത്തിപ്പ് അനുഭവിക്കാൻ സാധിക്കാറുണ്ട്. ചിലതെനിക്ക് ഭയങ്കര ക്ലിയറാണ്, ചിലത് നമുക്ക് നല്ല ക്ലിയറാണ്. അത് നമ്മളൊരു വെളിച്ചത്തിൽ കാണുന്ന പോലെയാണ്. പിന്നെ ക്ലിയർ അല്ലാതെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളാവുമ്പം ഈശോ തന്നെ എനിക്കത് കാണിച്ചു തരാറുണ്ട്. അതെനിക്കൊരു അനുദിന അനുഭവം കേട്ടോ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 90 to 100% ഈശോ എനിക്കതിന് ഉത്തരം പറയാറുണ്ട്. അപ്പം കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഞാനൊരു ദശാംശം കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സീക്വലായിട്ട് രണ്ടാമത് ഞാൻ ചാരിറ്റിയുടെ മറ്റൊരു വീഡിയോയും കൂടെ അതിൻ്റെ ഒരു സീക്വൽ പോലെ ചെയ്തു. അപ്പം ഞാനത് സാറ്റർഡേ വൈകിട്ട് റെക്കോർഡ് ചെയ്തു. സൺഡേ മോർണിംഗ് എൻ്റെ ഹസ്ബൻഡ് അത് എഡിറ്റ് ചെയ്തിട്ടാണ് സൺഡേ 12 മണിക്ക് അത് അയക്കുന്നത്. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് കേൾക്കും, ഹസ്ബൻഡ് ഒന്ന് വാലിഡേറ്റ് ചെയ്യും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പുള്ളി ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ഒരു മനസ്സിൽ എന്തോ ഒരു സംശയം, ഇത്രയൊക്കെ പറയണോ കർത്താവേ, നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് പല കാര്യങ്ങളും പറയാൻ അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതൊക്കെ പറയണോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിങ്ങൽ പോലെ, അല്ലെ ഒരു സംശയം പോലെ. അപ്പം ഞാനിത് രാവിലെ എഴുന്നേറ്റപ്പോഴും എൻ്റെ മനസ്സിലിതുണ്ട്. അപ്പോൾ ഇത് റിലീസ് ചെയ്യണോ ഈശോയെ, നീ ആഗ്രഹിക്കുന്നുണ്ടോ ഞാനിത് റിലീസ് ചെയ്യണമെന്ന്, ഇനി വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനും സമയമില്ല, കർത്താവ് എന്നാലും നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ റിലീസ് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവുക കേട്ടോ. സാധാരണ അത്രയും എനിക്ക് കൺഫ്യൂഷനൊന്നും തോന്നാറില്ല, അന്നെന്തോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി. അപ്പം ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ ചെന്നു, എൻട്രൻസ് ഹിം കഴിഞ്ഞു, അച്ഛൻ വന്നു. അച്ഛൻ തുടക്കത്തിലെ 1-2 പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്നത്തെ റീഡിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുവാണ്. അപ്പം അച്ഛൻ പറയുന്നത് ഞാൻ എന്താണോ ടോപ്പിക് എടുക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്, ജനറോസിറ്റി, ചാരിറ്റി. അപ്പോൾ അന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലോസ്, അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതമാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ റീഡിങ്. അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു, ഈ റീഡിംഗ് ആണെന്നും അല്ലെങ്കിൽ അച്ഛനെതിനെക്കുറിച്ച് പറയുമെന്നൊന്നും എൻ്റെ മനസ്സിൽ പോകുന്നില്ല. പെട്ടെന്ന് ഞാനിത് ശ്രദ്ധിച്ച് ജനറോസിറ്റി, ചാരിറ്റി, ഇതേ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് തന്നെയാണല്ലോ അച്ഛനും പറയുന്നത്. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ ഒരു വിഷമം, അല്ലെ ഒരു തേങ്ങൽ, എടുക്കണോ ഇത് റിലീസ് ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ ഞാനതൊരു ഉത്തരം പോലെ എടുത്തു. അത് കഴിഞ്ഞിട്ട് റീഡിങ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കും അച്ഛൻ എന്താ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം മുഴുവനും ഞാൻ എന്താണോ ആ ക്ലാസ്സിൽ പറയുന്നത് അതൊരു വേറൊരു രീതിയിൽ അച്ഛൻ പറയുക. അതായത് എക്സാക്ട് സെയിം കാര്യങ്ങളല്ല, പക്ഷേ ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ തന്നെ എനിക്കങ്ങ് തോന്നുക. അച്ഛൻ പറയുക, നിങ്ങൾ പണം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ നോളജ്, നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ പോലും നിങ്ങൾ ഷെയർ ചെയ്യണം, അതും ചാരിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദൈവം പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ ഞാൻ എന്തൊക്കെയാണോ കവർ ചെയ്തത് അതെല്ലാം അച്ഛൻ പറഞ്ഞിട്ട് ലാസ്റ്റ് അച്ഛൻ പ്രസംഗം നിർത്തിയപ്പോൾ മിനിസ്ട്രി ചെയ്യണം എന്നും കൂടി ഒരു വാക്ക് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. കാരണം ഞാൻ അന്നത് ആലോചിച്ച് വിഷമിച്ച് വേണോ വേണ്ടയോ എന്നിരുന്നപ്പോഴത്തേക്ക് അത് ദൈവം തന്ന ഒരു കൺഫർമേഷൻ പോലെ ഞാൻ അതിനെ അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ.
ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതൊരു ഡെയിലി ബേസിസ് എന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ എപ്പം എനിക്കൊരു സംശയം വന്നാലും ഓൾമോസ്റ്റ് എല്ലാ തവണ തന്നെയും കർത്താവിൻ്റെ ഒരു വഴി നടത്തിപ്പ് എനിക്കതിൽ കാണാൻ പറ്റും. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഈയിടെ ഒരു അച്ഛൻ, ഫാദർ ജോമിൻ നിരപ്പേൽ എന്ന് പറഞ്ഞ അച്ഛനൊരു ബുക്ക് എഴുതി, പരിശുദ്ധാത്മാവ് അകതാരിലെ ഗുരുവും വഴികാട്ടിയും. അപ്പോൾ അച്ഛൻ ആ ബുക്ക് റിലീസ് ചെയ്തപ്പോൾ അച്ഛൻ എന്നോട് ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്, ഞാൻ അച്ഛൻ ഒരു ബുക്ക് എഴുതി, അപ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സീരീസ് ആ ക്ലാസ് അച്ഛൻ ശ്രദ്ധയോടെ കേട്ടു. അപ്പം ഞാൻ ഒരു അൽമായ ആൾ അതിനെക്കുറിച്ച് അവതാരിക എഴുതണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഒരു അവതാരിക എഴുതി തരാമോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് അച്ഛനെ അറിയത്തില്ല, അച്ഛൻ ജസ്റ്റ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങനെ ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ സ്പിരിച്വൽ കാര്യങ്ങൾ ഞാൻ ഈശോയോട് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും അത് ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ബൈബിള് തുറക്കുകയും എൻ്റെ കണ്ണുടക്കുന്നത് പ്രഭാഷകനിലെ ഒരു ബുക്കിലെ ഒരു ഹെഡിങ്ങിലാണ്. നിയമപണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡിങ്, ആ ടൈറ്റിലാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഈശോ അച്ഛനെ വിളിക്കുന്ന ഒരു ടൈറ്റിലാണ് നിയമപണ്ഡിതൻ. അച്ഛൻ ആക്ച്വലി ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്. അച്ഛൻ സെമിനാരിയൻസിനെയൊക്കെ പഠിപ്പിക്കുന്ന അച്ഛനാണ്. അപ്പം എനിക്ക് അച്ഛനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, അങ്ങനെ ഒരു ഒന്നും കേട്ടിട്ടില്ല. അപ്പോഴാണ് അച്ഛൻ്റെ വാട്സാപ്പ് മെസ്സേജ് കിട്ടിയപ്പോഴാണ് ഞാൻ അച്ഛനെക്കുറിച്ച് കേൾക്കുന്നതും ബുക്കിൻ്റെ കാര്യം വായിക്കുന്നതും ഒക്കെ. പക്ഷേ അച്ഛന് ദൈവം കൊടുത്ത ഒരു ടൈറ്റിലാണ് നിയമപണ്ഡിതൻ. അപ്പോൾ എനിക്കത് കണ്ടപ്പം അതൊരു കൺഫർമേഷൻ പോലെ, ഒരു സന്തോഷം പോലെ, ദൈവം അച്ഛന് കൊടുത്ത ഒരു ടൈറ്റിൽ പോലെയൊക്കെ ഞാൻ ഒരു ദൈവനിയോഗം പോലെ ഞാനതങ്ങ് എടുത്തു. അപ്പം ഇത് ഇങ്ങനെ പറയാൻ പോവുകയാണെങ്കിൽ ആലോചിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയില്ല, 95% ഓഫ് ടൈമും എനിക്ക് ആ ഒരു ദൈവിക നടത്തിപ്പ് കാണാം, ഈശോ എൻ്റെ കൂടെ ഇരുന്ന് നയിക്കുന്ന പോലെ. അപ്പം ഏത് തീരുമാനവും നമ്മൾ ഒരു ദൈവ വിചാരത്തോടു കൂടി എടുക്കുക. ഇനി സെക്കൻഡ്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിലും എനിക്ക് ഒത്തിരി നടത്തിപ്പുകൾ കാണാം കേട്ടോ. ഒത്തിരി ഇതുപോലത്തെ എനിക്ക് പറയാം, പക്ഷേ ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല, പറഞ്ഞാൽ അതെല്ലാം നീണ്ടുപോകും. അപ്പം അങ്ങനെയൊക്കെ നടത്തിപ്പ് കാണാമെങ്കിലും ഞാൻ പറയുന്നില്ല. ഇവിടെയുള്ള അത്രയും എനിക്ക് ഈശോയുടെ നടത്തിപ്പ് എനിക്ക് പേഴ്സണൽ ലൈഫിൽ തോന്നിയിട്ടുണ്ടെന്ന്. പലപ്പോഴും ഞാൻ സ്വന്തമായി തീരുമാനം എടുക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചാൽ പോലും എനിക്കൊരു കൃത്യമായ ഒരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടാതെ ഞാൻ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ദൈവം ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഈ ഒരു ഇതിൽ പറയും, അങ്ങനെയൊന്നും നമ്മളെപ്പോഴും അങ്ങനെ നമുക്ക് ഡിമാൻഡ് ചെയ്യാനും പറ്റത്തില്ല, അല്ലേ? അപ്പം നമ്മൾ തന്നെ തീരുമാനം എടുക്കണം, അല്ലേ? അപ്പം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെപ്പോഴും ശിശുവായിരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളൊരു മെച്യൂർ മാൻ ആകണം, അല്ലേ? ഒരു മെച്യൂർ മാൻഹുഡിലേക്ക് നമ്മൾ വളരണം, അല്ലേ? അപ്പോൾ അങ്ങനെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ പറയുമ്പോൾ എനിക്ക് കിട്ടിയ ആ ദൈവിക ബോധ്യങ്ങൾ വെച്ചിട്ട് ആ വെളിച്ചത്തിൽ എനിക്കിത് ശരിയോ തെറ്റോ എന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അത് നമ്മൾ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമമൊക്കെ സൂക്ഷ്മമായി പഠിച്ചു കഴിയുമ്പോൾ, നമ്മൾ ആ ആത്മീയമായി വളരുമ്പോൾ നമുക്ക് തന്നെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ജ്ഞാനം കിട്ടും. അപ്പോൾ അത് ഈ എബ്രായരുടെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അപ്പോൾ അത് വായിച്ചിട്ട് നമ്മൾ ആ ആത്മീയമായ ആ ഒരു വളർച്ചയിലേക്ക് എത്താനും കൂടെ ശ്രദ്ധിക്കുക. അപ്പം എബ്രായരുടെ പുസ്തകം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. 5-ാം അധ്യായം 11 തൊട്ട്. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ്. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരിക്കുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. ആ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവരുടെ പ്രത്യേകത എന്താ? അവർ ശിശുവല്ല, അല്ലേ? കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ
നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മൾ ആ സ്പിരിച്വൽ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, അങ്ങനെ ഒരു വളർച്ച വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ നന്മ ഏതാ തിന്മ ഏതാന്ന് വിവേചിച്ചറിയാൻ സാധിക്കുകയും കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ സമയത്തിൽ എനിക്കിത്രയും സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് ദൈവസ്വരമൊന്നും കേൾക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണല്ലോ ഒരു ശിശു പഠിക്കുന്നത് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ശിശു ഒരു മുതിർന്ന മനുഷ്യനാകുന്നത് അല്ലേ? പയ്യെ ഒരു ദിവസം എഴുന്നേറ്റ് ഓടി നടക്കുമല്ലോ അല്ലേ. നടക്കാൻ പഠിക്കുന്നു, വീഴുന്നു, എഴുന്നേൽക്കുന്നു, അങ്ങനെയാണ് ആ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് അല്ലേ. അതിപ്പോൾ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലും നമുക്കത് അപ്ലൈ ചെയ്യാം, അത് ആപ്ലിക്കബിളാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചെങ്കിലും നമുക്ക് കൃത്യമായ വിവേചന വരെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ആ തീരുമാനങ്ങൾ തെറ്റിപ്പോകും അല്ലേ. അപ്പോൾ എനിക്ക് ഈശോ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരിയേറെ പ്രാവശ്യം തീരുമാനങ്ങൾ എടുത്തത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു തെറ്റിപ്പോയെന്ന് തോന്നുന്ന തീരുമാനങ്ങളിൽ പോലും നമ്മൾ ദൈവമേ എന്ന് വിളിച്ചെടുക്കുമ്പം ദൈവം വന്നിട്ട് ആ തെറ്റായ തീരുമാനത്തെ പോലും ശരിയാക്കി മാറ്റും. മനസ്സിലായോ? അത് ഞാൻ ഒത്തിരി പേരുടെ ലൈഫിലും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു തീരുമാനം എടുത്തു, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കത്തില്ല, അത് ഒരുപക്ഷെ ശരിയായ തീരുമാനം തന്നെയായിരിക്കും. നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു വെപ്രാളാണ്, അയ്യോ തെറ്റിപ്പോയോ. ഒത്തിരി ആൾക്കാർ, ഞാനിത് ഭയങ്കര എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്, അവരെടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല, അത് ശരിയായ തീരുമാനമാണ്, എന്നിട്ട് തെറ്റിപ്പോയോ എന്ന് വിഷമിച്ചിട്ട് പോയി തെറ്റായ തീരുമാനം എടുക്കുക. മനസ്സിലായോ? അതെന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരു കാര്യം തെറ്റിപ്പോയി, അത് കറക്റ്റ് ചെയ്യുമ്പം അതെങ്കിലും നമ്മൾ ശരിയായിട്ട് എടുക്കണം അല്ലേ. കറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് തീരുമാനം എടുക്കണം. അപ്പോൾ അതിനേക്കാട്ടി വലിയ തെറ്റായ തീരുമാനം എടുക്കും. തെറ്റിപ്പോയി എന്നിട്ട് അതിനേക്കാളി വലിയ തെറ്റെടുത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. അതൊരു പ്രശ്നം. ഇനി തെറ്റിപ്പോയില്ല, അത് കറക്റ്റ് തീരുമാനമായിരുന്നു, തെറ്റാന്ന് വിചാരിച്ച് വിഷമിച്ച് പോയി തെറ്റായ തീരുമാനം എടുക്കും. പല കേസിലും വിവാഹമോചനത്തിൻ്റെയൊക്കെ കേസുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക ഇത്. അപ്പം അതിനാണ് നമുക്ക് നല്ല ഒരു വിവേചന ശക്തിയും ദൈവത്തോടൊരു ആലോചന ചോദിച്ചും നമ്മൾ അങ്ങനെ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് തെറ്റാണോ എന്ന് വിചാരിച്ചപ്പം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റല്ല, അത് ശരിയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ റീഅഷ്യൂർ ചെയ്തിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസസും എനിക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ പറയുമായിരുന്നു, ഞാനിങ്ങനെ ഈ ഒരു ടോപ്പിക് എടുക്കണമെന്ന് എനിക്ക് തോന്നുവാണ്. അതിന് മുമ്പ് കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ച് അതിൻ്റെ ഒരു ബേസിലാണ് എനിക്ക് ഈ ഒരു ഇത് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ഇങ്ങനെ എടുക്കണം, അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആൾ പറയും എന്നോട് ഇത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു ഇതിനു വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയും, എല്ലാം ഇങ്ങനെ പറയുമല്ല, ജസ്റ്റ് ഒന്ന് പറയും, പോയിൻറ്റ്സൊക്കെ ഒന്ന് മെയിനായിട്ട് പറയും. അപ്പോൾ ആൾ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുക, നീ എൻ്റെ കാര്യമാണോ പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് കാര്യം? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു, എന്ത് കാര്യമാണ് പറയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞേ, എന്നെ കെട്ടിയതേ ഞാൻ വലിയ സ്പിരിച്വൽ ആളാന്ന് വിചാരിച്ചല്ലേ കെട്ടിയത്, കെട്ടിക്കഴിഞ്ഞല്ലേ അറിഞ്ഞത് ഞാൻ സാധാരണ ഒരു ചർച്ചിൽ പോകുന്ന ആൾ മാത്രമാണ്, വലിയ സ്പിരിച്വൽ ഒന്നും അല്ലെന്ന് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു, എൻ്റെ മനസ്സിൽ കൂടെ പോലും അങ്ങനെ ഒരു കാര്യം പോയില്ല, പക്ഷേ ഇപ്പം എന്നെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാനത് പറയാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു, എൻ്റെ ഈശോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഈശോ കഴിഞ്ഞുള്ള എല്ലാ കാര്യവും. അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, എല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഞാനും ഭയങ്കര സ്പിരിച്വലാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പം അത് എനിക്ക് മനസ്സിലായി, നുണ പറഞ്ഞല്ല, പുള്ളി പറയുന്ന ആ ലെവലും ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലും ഭയങ്കര വ്യത്യാസം. അപ്പം ഞാൻ പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ലെവലിലുള്ള ആളായിരിക്കുമെന്ന, പക്ഷേ പുള്ളി ഇവിടെ ഒരു ലെവലിലുള്ള ആളാണ്. പക്ഷെ നുണ പറഞ്ഞതല്ല, ബേസിക്കലി സ്വന്തമായി അങ്ങനെ വിചാരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് വിചാരിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പം പുള്ളിക്കാരനെ സംബന്ധിച്ച് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി കുറച്ച് 15 മിനിറ്റ് ഇരിക്കും, അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലുള്ള ആളല്ലായിരുന്നു. അപ്പം എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, കുറച്ചും കൂടെ വേൾഡ്ലി ആയിട്ടുള്ള ആളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സ്വഭാവമാണ്, അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്യത്തില്ല. അപ്പോൾ
ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണോ, അതെനിക്കൊരു വറിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കും. വലിയൊരു കാര്യമാണ്, വലിയൊരു ഡിസിഷനാണ്, അത് തെറ്റിപ്പോയോ, അങ്ങനത്തെ വറിയില്ല. ഞാൻ ഓർക്കും ദൈവം അറിയാതല്ല അല്ലേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളും നമ്മളെ വിചാരിക്കുന്ന അത് ആക്സിഡൻ്റലി സംഭവിച്ചു അങ്ങനെയൊക്കെ, അങ്ങനെയല്ല. ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് അത് നടന്നത് അല്ലേ. വിവാഹമായാലും എന്തായാലും ഈശോ അനുവദിച്ചതുകൊണ്ടാണ്. ദൈവം അനുവദിക്കാതെ അത് നടക്കത്തില്ല. അപ്പോൾ ദൈവമാണ് അനുവദിച്ചത്. അപ്പോൾ ദൈവം എനിക്ക് തന്നത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ദൈവം അത് കറക്റ്റ് ചെയ്യും. അപ്പം ഞാൻ അതിനെ നിർബന്ധിക്കാനൊന്നും പോയില്ല. അപ്പം ആളുടെ രീതിയിൽ പോകുന്നു, എനിക്ക് അത് കുഴപ്പമില്ല, ഞാൻ ഒട്ടും നിർബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ഒരു വർഷം കൊണ്ട്, ഒറ്റ വർഷം എടുത്തുള്ളൂ, ഞാൻ ഏത് ലെവലിലാണെന്ന് ആൾ വിചാരിച്ചോ ആ ലെവലിലേക്ക് ആൾക്ക് ക്ലൈംബ് ചെയ്ത് എത്താനായിട്ട്. അപ്പം അതിനുള്ള എല്ലാം ദൈവം ഒരുക്കി തന്നു. ആദ്യം ഫുൾട്ടൻ്റെ ഷീൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പം അത് ഭയങ്കരമായിട്ട് ആൾക്ക് അത് ടച്ചിങ് ആയി. അപ്പം അങ്ങനെ പല പല മാർഗങ്ങളിലൂടെ ഈശോ പെട്ടെന്ന് ആളെ അങ്ങ് ഉയർത്തി ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചു. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, നീ നിർബന്ധിച്ചിരുന്നെങ്കിൽ, നീ എന്നെ ഫോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അവിടെ വരത്തില്ലായിരുന്നു, ഞാനത് റിബൽ ചെയ്യത്തേ ഉള്ളൂ. നീ എന്നെ ഫോഴ്സ് ചെയ്യാഞ്ഞതുകൊണ്ടും നീ എന്നെ നിർബന്ധിക്കാഞ്ഞതുകൊണ്ടുമാണ് ഞാൻ തന്നെ ആ ഒരു ലെവലിലേക്ക് കയറിയതെന്ന് പറയും. അപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കങ്ങനെ നിർബന്ധിക്കുകയും ഫോഴ്സ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പം അത് ഏതായാലും ഞങ്ങളുടെ കാര്യത്തിൽ അത് വർക്കായി. അപ്പം ഞാൻ പറയുന്നത്, ദൈവത്തിനൊരു വ്യക്തിയെ വേണമെങ്കിൽ മാറ്റാം. ഇതൊരു ചെറിയ കാര്യം, പക്ഷേ വലിയ വലിയ തെറ്റുകളിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാനസാന്തരം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹ ജീവിതത്തിലൊക്കെ മാനസാന്തരപ്പെട്ട് അവർ നല്ലൊരു അനുഭവത്തിലേക്ക് വന്ന് ആ കുടുംബ ജീവിതമൊക്കെ റീസ്റ്റോർ ആകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവത്തിനൊരു സിറ്റുവേഷനെ മാറ്റാം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ, ആ വ്യക്തിയെ തന്നെ മാറ്റാം. പിന്നെ അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ മാറ്റാൻ ദൈവത്തിന് 1 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ വിഷമിക്കുകയാണെങ്കിൽ ആ രോഗം മാറ്റാൻ ദൈവത്തിന് 1 നിമിഷം മതി. അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണ് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് വെപ്രാളം പിടിച്ച് നമ്മുടേതായ ഒരു സൊല്യൂഷൻ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ തീരുമാനം തെറ്റിപ്പോയോ എന്നിങ്ങനെ വിഷമിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, നീ അറിയാതല്ല എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വന്നത്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും നല്ലതാണ് എന്ന് നീ വിചാരിച്ചത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്. ഈയിടെ ഞാനൊരു ആളോട് സംസാരിക്കുമായിരുന്നു. ആളുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഭയങ്കര കുടിയനാണ്. കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സംശയമാണ്. പക്ഷെ പുള്ളിക്കാരി എന്നോട് പറയുക, ഇപ്പം എനിക്കതിൽ ദുഃഖമില്ല ചേച്ചി. കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളി അങ്ങനെ ഒരു മദ്യപാനിയും എന്നെ സംശയിക്കുന്ന ആളുമായിട്ട് ആ വേദനയിൽ നിന്നാണ് ഞാൻ ഈശോയുടെ സ്നേഹം അറിഞ്ഞത്. ഇപ്പം എനിക്ക് ഈശോ എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ്, അല്ലെ എന്നെ കൈ പിടിച്ച് നടത്തുന്ന ഒരു സ്നേഹമാണ്. എനിക്കെപ്പോഴും ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എപ്പോഴും പള്ളിയിലേക്ക് ഓടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത്, കുർബാനയ്ക്ക് പോകാൻ, അല്ലെ ഈശോയുടെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാൻ. അപ്പോൾ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ നല്ല മനുഷ്യനായിരുന്നു, എന്നെ എല്ലാ കാര്യത്തിലും ടേക്ക് കെയർ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ ദൈവ സ്നേഹം അനുഭവിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു പോസിറ്റീവായി കാണുന്ന ഒരു സഹോദരിയോട് ഞാൻ സംസാരിച്ചു. അതേസമയം ഈ കല്യാണം കഴിച്ചത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് ഹാമിൻ്റെ അല്ലെ സൂയിസൈഡിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന പലരെയും ഞാൻ കാണാൻ സാധിച്ചു. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ അവർ നമ്മുടെ ബോധ്യങ്ങളായിരിക്കും ഒരു പക്ഷേ മാറേണ്ടത് അല്ലേ, നമ്മുടെ ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും മാറേണ്ടത്. ചിലപ്പോൾ അവരുടെ തന്നെ പ്രോബ്ലം ആയിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ തന്നെ പ്രോബ്ലം ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ, ഈശോയ്ക്ക് നമ്മളെ മാറ്റാൻ സാധിക്കും, ആ വ്യക്തിയെ മാറ്റാൻ സാധിക്കും, ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ മാറ്റാൻ പറ്റും, രോഗാവസ്ഥയെ മാറ്റും, എന്ത് പ്രശ്നമായിക്കോട്ടെ ദൈവത്തിന് മാറ്റാൻ സാധിക്കാത്തതായി ഒന്നുമില്ല അല്ലേ. ഇനിയിപ്പോൾ എല്ലായ്പ്പോഴും ദൈവം മാറ്റുന്നുണ്ടോ? ദൈവം ചിലപ്പോൾ പറയാം മുള്ളവിടെ ഇരുന്നോട്ടെ. ആ സഹോദരി പറഞ്ഞ പോലെ ആ മുള്ളവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈശോയിലേക്ക് എത്തിയത് അല്ലേ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ എത്തത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല പല ആൾക്കാരുടെ എക്സാമ്പിൾ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ക്ലാസ് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അപ്പം വേറൊരാൾ എന്നോട് പറഞ്ഞു, ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് വിളിച്ചു, എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു വിലയുമില്ല, ജോലിയില്ലാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് പ്രശ്നമാണ്, മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, പേരൻസ് എന്നെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ച് വിളിച്ചു. എന്നിട്ടൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ജോലിയായി, അപ്പം ഞാൻ എൻ്റെ
ആ ഒരു ജോലിയിലൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു അല്ലേ. അപ്പം ദൈവമേ എന്ന് നമ്മൾ വിളിച്ച് ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ചിലപ്പം നമ്മളിലൊരു മാനസാന്തരം ഉണ്ടാകാനായിരിക്കും ദൈവം അങ്ങനെ ഒരു കാര്യം അനുവദിക്കുന്നത് അല്ലേ. അപ്പം നമ്മളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുന്നത്. ദൈവം എപ്പോഴും ഇറ്റേണിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത് അല്ലേ. നമുക്ക് കുറച്ചൊരു ലിമിറ്റഡ് വ്യൂ ഉള്ളൂ. നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ദൈവം നോക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ ആത്മാവിന് ഏറ്റവും നല്ലത് എന്താണ് എന്ന് നോക്കിയിട്ടാണ് ദൈവം ആ തീരുമാനം തരുന്നത് നമുക്കല്ലേ. അപ്പം അത് ദൈവത്തിലൊരു ട്രസ്റ്റിൽ അങ്ങ് എടുക്കുവാണ് എപ്പോഴും നല്ലത്. അപ്പം അതാണ് ഈ ക്രിസ്ത്യൻ പ്രത്യാശ എന്ന് പറയുന്നത് അല്ലേ. എല്ലാം എൻ്റെ ദൈവം അനുവദിച്ചത് എൻ്റെ നന്മയ്ക്കാണ്. അപ്പം ഞാൻ പറയും എല്ലാവരോടും, ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുമ്പം എല്ലാം എനിക്ക് നല്ലതായിരിക്കുമ്പോൾ ഞാൻ പ്രത്യാശ വയ്ക്കുന്നതല്ല ക്രിസ്ത്യൻ ഹോപ്പ് അല്ലേ. ഒന്നും എനിക്ക് പ്രത്യാശിക്കാനില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ കൂരിരുട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് എൻ്റെ പ്രശ്നത്തിന് എന്ന് എനിക്ക് ആൻസർ അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ദൈവമേ, ഞാൻ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നീ സകലത്തിനും മതിയായവനാണ്, ഈ ഒരു കൂരിരുട്ടിൽ പോലും വെളിച്ചമുണ്ടാക്കാൻ കർത്താവേ അവിടുന്ന് പ്രാപ്തനാണ് അല്ലേ. അതാണ് ക്രിസ്ത്യൻ ഹോപ്പ്. നമ്മൾ ആ ക്രിസ്ത്യൻ ഹോപ്പിൽ അല്ലെ ആ ക്രിസ്ത്യൻ പ്രത്യാശയിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നിരാശ നമ്മളെ വിട്ടുപോകും. നമുക്കൊരു പുതിയ കണ്ണോടുകൂടി നമുക്കെല്ലാം കാണാൻ പറ്റും അല്ലേ. ആ ഒരു കണ്ടൻമെൻറ്റ്, ഞാൻ കഴിഞ്ഞ ദശാംശത്തിൻ്റെ ക്ലാസ്സിൽ തിമോഥെയോസിൻ്റെ ഒരു ലേഖനം വായിച്ചല്ലേ, ഒരു കണ്ടൻമെൻറ്റ്, ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ അല്ലേ. ദൈവം എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നതെല്ലാം ഏറ്റവും ബെസ്റ്റാണ്. അതായത് എൻ്റെ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ്, എൻ്റെ മക്കളാണ് ഏറ്റവും നല്ല മക്കൾ. അത് അവർ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാണോ? അവർക്ക് ഒത്തിരി കുറവുകളുണ്ടായിരിക്കാം, പക്ഷേ ദൈവം എനിക്ക് തന്നത് ഏറ്റവും ബെസ്റ്റ്. അതാണ് കണ്ടൻമെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു തൃപ്തി നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ അവർക്ക് കിട്ടിയതാണ് നല്ലത്, എനിക്ക് കിട്ടിയത് മോശം എന്നൊരു കമ്പാരിസൺ മെൻറ്റാലിറ്റിയിലേക്ക് പോകാതെ ദൈവം എനിക്ക് തന്നത് നല്ലത് എന്നൊരു പ്രത്യാശയിൽ വരുമ്പോൾ, നമ്മളിൽ ആ മാറ്റം വന്നു കഴിയുമ്പോൾ, നമ്മൾ ആ രീതിയിലേക്ക് വളർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ആളിലും മാറ്റങ്ങൾ നമ്മൾ കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് ചോദിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക. ചിലപ്പം ദൈവിക സ്വരം ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ലായിരിക്കും. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ച്, ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ തീരുമാനം എടുക്കുക. ഇനിയിപ്പോൾ ആ തീരുമാനം തെറ്റിപ്പോയാലും, കർത്താവേ ഇത് തെറ്റിപ്പോയോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ ആ തീരുമാനത്തെ പോലും ശരിയാക്കി മാറ്റാൻ, അല്ലെ അവിടെ ഇറങ്ങി വന്ന് ആ തീരുമാനത്തെ ദൈവം ശരിയാക്കും. മനസ്സിലായോ? തെറ്റായിരിക്കാം ഒരു പക്ഷേ ആ തെറ്റായ തീരുമാനത്തെ പോലും ദൈവത്തിന് ശരിയാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ചിലർ ചോദിക്കും, ചേച്ചി ചിലപ്പം ചേച്ചി ഈശോയോട് ചോദിച്ച് എടുത്ത തീരുമാനമല്ലേ, അപ്പം അത് കേൾക്കാത്തത് കൊണ്ട് എടുത്ത തീരുമാനത്തിലല്ലേ ഈശോ കൂടെ വന്നത്. പക്ഷേ ഞങ്ങൾ ഒബ്വിയസ്ലി നമ്മളൊരു മിസ്റ്റേക്കായിപ്പോയി, നമ്മളെടുത്ത തീരുമാനം തെറ്റിപ്പോയി, ദൈവത്തോട് പോലും ആലോചന ചോദിച്ചില്ല, ദൈവത്തിൽ നിന്ന് വളരെ അകന്നായിരുന്നു, ലോകത്തിൻ്റെ ഇതിൽ നിന്നപ്പോൾ എടുത്തൊരു തീരുമാനം, ആ തീരുമാനം തെറ്റിപ്പോയി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അപ്പം നമുക്കൊരു തീരുമാനത്തെയും ചിലപ്പോൾ നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്കങ്ങനെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ് അല്ലേ. അത് ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് മുറിച്ചെറിയേണ്ടതല്ല അല്ലേ. അതൊരു ദൈവത്തിൻ്റെ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. അതിലൊരു തെറ്റ് പറ്റിപ്പോയി, എന്ത് ചെയ്യാം? അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ എടുത്ത ഒരു തീരുമാനം, അതിൽ നമ്മളിപ്പോൾ സഫർ ചെയ്യുവാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അനുതപിക്കുക. കർത്താവെ, അറിവില്ലാത്ത കാലത്ത് എൻ്റെ കുറവ് കൊണ്ട് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. പക്ഷേ കർത്താവെ, ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് അനുതപിക്കുന്നു. കർത്താവെ, ഈ തീരുമാനത്തിൻ്റെ മേലെ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഒരു അനുതാപത്തിൻ്റെ വാക്ക് നമ്മുടെ വായിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുമ്പോൾ, ദൈവത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യും കേട്ടോ. ആ ധൂർത്തപുത്രൻ്റെ ഉപമയൊന്ന് ഓർത്താൽ മതി. ധൂർത്തപുത്രൻ എത്ര മോശക്കാരനായിരുന്നു അല്ലേ. എത്ര അധികം പിതാവിനെ വേദനിപ്പിച്ചവനായിരുന്നു. പക്ഷേ പിതാവ് അവനെ അവൻ അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ അവനെ വലിയ സിൽക്ക് ഉടുപ്പൊക്കെ ഇട്ട് ആശ്ലേഷിക്കുക ചെയ്തല്ലേ. ആ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ ദൈവം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം മതി ഈശോയെ എന്ന് വിളിച്ചൊന്ന് നോക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം കേട്ടോ. അപ്പോൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന് നമ്മുടെ ആ തീരുമാനത്തെ ശരിയാക്കുന്നവനാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ അനുഗ്രഹിക്കുന്നവനാണ്
സാധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് കേട്ടോ. അപ്പോൾ കർത്താവിന് ഒന്നും അസാധ്യമല്ല. കർത്താവിന് വ്യക്തികളെ മാറ്റാം, സിറ്റുവേഷൻസിനെ മാറ്റാം. ഞാൻ പറഞ്ഞതുപോലെ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, അസുഖമായിക്കൊള്ളട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, കുട്ടികളുടെ പ്രശ്നമായിക്കൊള്ളട്ടെ, ജോലി പ്രശ്നമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം ഈശോയ്ക്ക് മാറ്റാൻ ഒരു നിമിഷം മതി. ഇനി ദൈവം മാറ്റുന്നില്ലെങ്കിൽ അത് എനിക്ക് നല്ലതാണ് എന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രത്യാശ നമ്മൾ ഡെവലപ്പ് ചെയ്യാം, ആ ഒരു ക്രിസ്ത്യൻ ഹോപ്പ് അല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വായിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ വരാം, തെറ്റായ ചിന്തകൾ നമ്മൾക്ക് വരാം, അല്ലെ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ പത്രോസ് അപ്പോസ്തലനെ ഓർക്കുക അല്ലേ, കർത്താവിൻ്റെ കൂടെ അത്രയും നാൾ നടന്ന് കർത്താവിൻ്റെ എല്ലാ സ്നേഹവും നുകർന്നിട്ട് ആ ഒരു ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ 3 തവണ തള്ളിപ്പറഞ്ഞു അല്ലേ. എങ്കിൽ പോലും അതിനെക്കുറിച്ച് അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ കർത്താവ് മാറോട് ചേർക്കുകയും തൻ്റെ സഭയുടെ തലവനായി ഉയർത്തുകയും ചെയ്തു അല്ലേ. അപ്പോൾ ആ പത്രോസ് അപ്പോസ്തലനെ അല്ലെങ്കിൽ ആ ധൂർത്തപുത്രൻ്റെ ഉപമ അല്ലേ. അപ്പം നമ്മൾ ഒരു നിമിഷം കർത്താവിനോട് തിരിഞ്ഞ് നോക്കി കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഒരു തീരുമാനങ്ങളെ ഏത് തെറ്റിപ്പോയ തീരുമാനത്തെയും ശരിയാക്കാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അപ്പം അതിൻ്റെ പേരിൽ ഒട്ടും വിഷമിക്കേണ്ട. തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ ഈശോയോട് പറയുക, കർത്താവേ തീരുമാനം തെറ്റിപ്പോയി, അതിനെ ശരിയാക്കാനും കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശരിയായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാനുള്ള കൃപയും ജ്ഞാനവും നിങ്ങൾക്കെല്ലാവർക്കും ഈശോ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്.